ഹായ് പറയൂ. ഹായ്. ഞങ്ങൾ നമ്മുടെ ഗിവ് അവേ ഉണ്ടല്ലോ, അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോവാണ്. അപ്പം ഞാനൊരു ബുക്ക് എടുത്തിട്ട് നിങ്ങളുടെ മുമ്പിൽ തന്നെ ഈ യൂട്യൂബിൽ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും പേരുകൾ എഴുതുന്നുണ്ട്. അപ്പോൾ പേരുകൾ നിങ്ങളോട് പറഞ്ഞ പോലെ ആവുമല്ലോ. അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഗിവ് അവേയുടെ വീഡിയോയ്ക്ക് എത്ര കമൻസ് വന്നിട്ടുണ്ട്, ആരൊക്കെയാണെന്നൊക്കെ. 100-ൽ കൂടുതൽ കമൻസ് നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നുണ്ടെങ്കിലും അത് മുഴുവനും ഇതല്ല. നമ്മുടെ റിപ്ലൈ പോലും ഒരു കമൻ്റായിട്ട് യൂട്യൂബ് കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥമായിട്ടുള്ള ആൾക്കാരുടെ നമ്പർ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. 160 കമൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്, പക്ഷെ 160 ഉണ്ടാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, കമൻസ് അയച്ചിട്ടുള്ള ഓരോരുത്തരുടെയും പേര് എഴുതി പോകാം. നമ്മൾ കമൻറ്റ് എടുക്കുമ്പോൾ ഏറ്റവും ബാക്കിൽ നിന്ന് എടുക്കുന്നു, കാരണം അവസാനം എഴുതുന്നവർ കമൻറ്റ് മുകളിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, 160 കമൻസിൻ്റെ അത് പകുതിയും എൻ്റെ റിപ്ലൈ ആയിരിക്കും. അപ്പം അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇന്ന് വരെ ഈ നിമിഷം വരെയുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തുന്നുണ്ട്. എന്താ എത്തി നോക്കണേ, ശരി. ജയശ്രീ ഗോപികൃഷ്ണൻ. ഞാൻ ജയശ്രീ എന്ന് എഴുതുന്നുള്ളൂ. സെയിം പേര് വീണ്ടും വരികയാണെങ്കിൽ അവരുടെ പേര് നമുക്ക് ഇനീഷ്യൽ ചേർത്ത് എഴുതാം. ഇമ രവികുമാർ. അൻവർ കമറുദ്ദീൻ. അൻവർ എന്ന് എഴുതുന്നുള്ളൂ കേട്ടോ. ഷെരീഫ് തളി. സമീഹ സഹ്ല. അഭിരാം. ഷബാന അബ്ദുള്ള. നജിയ ഷഫീഖ്. ചില ആൾക്കാരൊക്കെ 2-3 കമൻ്റൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവരെയൊക്കെ ഒരു പ്രാവശ്യം കൺസിഡർ ചെയ്യുള്ളേ. അക്ബർ അലി. സാമുവൽ ചെറിയാൻ. പിന്നെ കുന്നിൽ ബ്രദേഴ്സ് എന്നുള്ള പേരാണ്, അതൊരു ചാനലാന്ന് തോന്നുന്നു. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് പ്രൈസ് കിട്ടുകയാണെങ്കിൽ അവരോട് ഡീറ്റെയിൽസ് ചോദിക്കേണ്ടി വരും. നിന്റെ പേര് എഴുതാട്ടോ. എന്താ പേര്? അനുശ്രീ വി നായർ എഴുതിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത പേര് അനുഷ EU. ഫായിസ് TP. ഈ ഷബാന അബ്ദുള്ളയൊക്കെ 2-3-4 കമൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒരിക്കലേ കണക്കാക്കുള്ളൂ കേട്ടോ. സുമയ്യ നൗഫൽ. വൃന്ദ അനീഷ്. വൃന്ദ ചേച്ചി. കീപ് സ്മൈൽ. അതും എനിക്ക് തോന്നുന്നു വേറെ ചാനലായിരിക്കും. വിനോദ് കൃഷ്ണൻ. ലവ് ആൻഡ് ലവ്, അതും ഇതുപോലെ ഏതോ ചാനലാണ്. ഫസീല അക്സർ. രതീഷ് പാലപ്പുഴ. ഷെറീന എന്ന് പറഞ്ഞ കുട്ടിയാണ്, എനിക്ക് അറിയാം പേഴ്സണലി. ഷെറിൻ S എന്നാണ് പേര് കൊടുത്തിരിക്കണേ. ഞാനിവിടെ ആ പേര് എഴുതുന്നുള്ളൂ. KTM അലി. മിസ്സിസ് പ്രസന്ന മോഹൻ. ആമിന ആമിന എന്ന് എഴുതുന്നുള്ളൂ. പത്മാവതി B. MS അഞ്ജിത 1997 എന്ന് പറഞ്ഞൊരു ഇതാണ്. കലാവതി സുനിൽകുമാർ. റസിയ മജീദ്. വിമൽ വേണു. ആരാന്നറിയാലോ അല്ലേ, എൻ്റെ ഭർത്താവ്. ഒന്ന് പോവും മാഷേ, വേറെ പണിയില്ല. ഈ പുള്ളിക്ക് സമ്മാനം ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ, പുള്ളിയുടെ പേര് എഴുതുന്നില്ല. എൻ്റെ ഭർത്താവായതുകൊണ്ട് തന്നെ കൺസിഡർ ചെയ്യില്ല. ബോബി മോഹൻ എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുമ്പോൾ പറയാം. സജി. ഇലിയാസ്. രേഷ്മ സന്തോഷ്. ഷാഹിന അഫ്സൽ. രഞ്ജിത്ത് കൊല്ലാട്. മുരളി കൃഷ്ണൻ. ജിൻസി K. ആൻസി മാത്യു. സൗമ്യ അനിൽ. ദേവി തിയാഗു. നിംസ് അനൂസ്. രമ്യ N. പ്രിയദർശൻ. നവലൂർ ഗോപകുമാർ. മൊഹിദ്ദീൻ ഫുട്വെയർ. ജലജ K. രോഹിത് സഞ്ജു. അരുൺ പ്രഭു. പ്രേമലത. മഞ്ജു അജികുമാർ. റെസിപ്പീസ് അറ്റ് 3 minutes. വനജ ഗോവിന്ദ്. ദീപ പ്രശാന്ത്. സുബിമോൾ S.
53 പേരാണ് ഇതിൻ്റെ അകത്ത് റിപ്പീറ്റഡ് ആയിട്ട് കമൻറ്റ് അയച്ചതൊക്കെ കൂട്ടി 160 കമൻസ് ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ റിപ്ലൈസ് ഒക്കെ കൗണ്ട് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ 53 പേരാണ് കറക്റ്റായിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 53 പേരുടെ പേര് നമുക്കൊന്ന് ഞാനിതിങ്ങനെ പേപ്പറിൽ എഴുതിയിരിക്കുകയാണ്. നമുക്കിനി ഇത് ഓരോരോ പേരായിട്ട് കീറിയിട്ട് റോൾ ചെയ്തിട്ട് മോളെ കൊണ്ട് എടുപ്പിക്കാനാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഞാനിത് ഈ പേപ്പേഴ്സ് ഒന്ന് കീറി റെഡിയാക്കട്ടെ. ഒരു കളത്തരം ഇല്ല കേട്ടോ. അതാ പെർഫെക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ എല്ലാ പേരുകളും തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്കിനി ഇവരുടെയൊക്കെ പേരുകൾ കീറിയിട്ട് സെപ്പറേറ്റ് ചെയ്യാം. നമുക്ക് ഈ 3 ഫോൾഡേഴ്സും ഓപ്പൺ ചെയ്ത് കീറിയിട്ട് ഓരോ പേരുകളായിട്ട് കീറിയെടുക്കാം. പേജ് നമ്പറിൽ പോലും എഴുതിയിട്ടില്ല കേട്ടോ. ഇനി അതൊരു അടയാളം വെച്ചൊന്നും തോന്നരുത് ആർക്കും. അതുകൊണ്ട് കളയാണ് ആ ഭാഗം. കുഞ്ചി എടുക്കണം കേട്ടോ. എന്താ ചെയ്യണമെന്ന് മനസ്സിലാവണില്ല അല്ലേ? കുറച്ചുകൂടെ വലുതാവുമ്പോൾ മനസ്സിലാവും കേട്ടോ. അത് മനസ്സിലായോ? പേപ്പറിൽ എന്താ എഴുതിയിരിക്കണേ? കുട്ടിക്ക് അറിയില്ല. കുട്ടി ഇപ്പം വലിയ ലെറ്റേഴ്സ് ഒന്നും വായിക്കാറായിട്ടില്ലല്ലോ അല്ലേ? അപ്പം നമ്മൾ നറുക്കെടുക്കാൻ പോവാ കേട്ടോ. ലക്ഷ്മീസ് ഫുഡ് കോർട്ടിനെ സപ്പോർട്ട് ചെയ്തവർക്ക് നന്ദി എന്ന് പറയും. ഓക്കെ. നമ്മളെ സപ്പോർട്ട് ചെയ്തവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണ്ടേ? അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? നമ്മൾ പറയുമ്പോൾ കുഞ്ചി ഇതിന്ന് ഒരു പേപ്പർ എടുക്കണം. പേപ്പറല്ല, ഇതെല്ലാം റോൾ ചെയ്ത് ഒരു ബോക്സിലിട്ട ശേഷം കുഞ്ചി ഒന്ന് എടുക്കാൻ പറയുമ്പോൾ എടുക്കണം കേട്ടോ. എന്നിട്ട് ഗിഫ്റ്റ് കിട്ടിയ ആൾക്കാരുടെ പേര് അനൗൺസ് ചെയ്യോ കുട്ടി? ഭയങ്കര ത്രില്ലില്ല. എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ. കാണിച്ചു തരാം കേട്ടോ. വെയിറ്റ്. എന്താണ് ബാത്റൂം പോണോ? സന്തോഷം കൊണ്ടാണോ? ഡാൻസ് ഒന്നും വീഡിയോയിൽ വരില്ല. നിൽക്കിപ്പോഴല്ല ഞാൻ പറയാം. അപ്പോൾ ഞാനിതിൽ 53 പേരുടെ പേര് എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ അല്ലതാ. ഞാൻ ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുത്തിട്ട് വന്നിരിക്കണേ. നിങ്ങൾ 53 പേരും എൻ്റെ ഈ കൈക്കുള്ളിൽ ഇപ്പോഴുണ്ട്. അപ്പം ഇതിൽ നിന്ന് 3 പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് പ്രഖ്യാപിച്ചിരുന്നത്. അപ്പം 150 പേര് 200 പേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അത്രയൊന്നുമില്ല. 53 പേർക്ക് 3 ഗിഫ്റ്റൊക്കെ ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ഗിഫ്റ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ 3 പേരുടെ പേര് എൻ്റെ മോളെ കൊണ്ട് ഞാൻ നറുക്കെടുപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഉടായ്പില്ല. പെർഫെക്റ്റായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ 53 പേരുടെ പേര് എഴുതിയ പേപ്പറുണ്ട്. ഇതിൽ നിന്ന് എൻ്റെ മോള് കണ്ണടച്ച്, അവൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, അടയാളം വെച്ച് പറഞ്ഞു കൊടുത്ത് കള്ളത്തരം കാണിക്കാനൊന്നും അറിയില്ല. അവളെ കൊണ്ട് ഞാൻ 3 പേരുടെ പേരെടുപ്പിക്കാൻ പോവാണ്. ആ 3 പേര് വിന്നേഴ്സായിട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അവർക്കുള്ള ഗിഫ്റ്റ് അവരുടെ അഡ്രസ്സ് അയച്ചു തരുന്നതനുസരിച്ച് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് 3 പേരുന്നത് അല്ലേ? മോളൂസേ ഇതൊക്കെ അവിടെ വയ്ക്കുക. ആദ്യം തോഴാൻ പാട്ടി. നല്ലത് വരുത്തണേ. എല്ലാവർക്കും നല്ലത് വരണേ. ഇനി കുട്ടി കണ്ണടച്ചിട്ട് ഇതൊന്ന് ഒന്നെടുക്ക്. താങ്ക് യു. സോ ഫസ്റ്റ് വിന്നറിനെ എടുത്തു. നമുക്ക് നോക്കാം ആരാണെന്ന്. വാവ്, പ്രേമലത. ഓക്കെ, ഫസ്റ്റ് വിന്നറുടെ പേര് പ്രേമലത എന്നാണ്. ഫസ്റ്റ് വിന്നറുടെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഈ പേപ്പർ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്ന്. ഇതാണ് ആളുടെ പേര്, പ്രേമലത. ഓക്കെ, ഫസ്റ്റ് വിന്നർ. ഇനി രണ്ടാമത്തെ വിന്നറുടെ പേരെടുക്കുക. ടേക്ക് 1. ഓക്കെ, ഇത് രണ്ടാമത്തെ വിന്നറുടെ പേരാണ്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഇമ രവികുമാറാണ് രണ്ടാമത്തെ വിന്നർ. ഇമ
രവികുമാർ. ഓക്കെ, ഇനി മൂന്നാമത്തെ വിന്നറുടെ പേരെടുക്കൂ. കണ്ണടച്ചെടുക്കൂ കേട്ടോ, അങ്ങനെയല്ല, മിക്സ് ചെയ്യാം, എല്ലാം മിക്സ് ചെയ്യാം. താങ്ക് യു. ബോബി മോഹൻ. അപ്പം പ്രേമലത ചേച്ചി, ഇമാ രവികുമാർ, ബോബി മോഹൻ, 3 പേർക്കും ഹൃദയം നിറഞ്ഞ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. കൺഗ്രാറ്റുലേഷൻസ് വിന്നേഴ്സ്. കൺഗ്രാറ്റ്സ് പറയും. നമുക്ക് പറയാൻ ശരിക്കും അറിയില്ല കേട്ടോ. അപ്പം എല്ലാവർക്കും വിന്നേഴ്സിന് കൺഗ്രാറ്റുലേഷൻസ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒന്നുകൂടി നന്ദി ഞാൻ അറിയിക്കുന്നു. അപ്പോൾ ഈ 3 പേര് നിങ്ങളുടെ പ്രോപ്പർ അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്ത് തരിക. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുക്കില്ല. എൻ്റെ മെയിൽ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിലേക്ക് മെയിൽ ചെയ്താൽ മതി നിങ്ങളുടെ കോൺടാക്ട് നമ്പർ. ഞാൻ നിങ്ങളെ വിളിച്ചോളാം, ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. ഇതുപോലെ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനും ഒന്നുകൂടെ നന്ദി പറയുന്നു. താങ്ക് യു പറയൂ.